ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നവർ ചെന്നു കയറുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വായിലേക്ക്. ജയിലഴിക്കുള്ളിൽ നിന്ന് പുറത്തെത്തി വീട്ടിലെത്തി നീണ്ടു നിവർന്നു കിടന്ന മുരാരി ബാബുവിന് വെള്ളിടി വെട്ടി. ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മുരാരി ബാബുവിന് ED ഉടൻ സമൻസ് അയക്കും. മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കെയാണ് ചോദ്യം ചെയ്യാനുള്ള നീക്കവും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ED നീക്കമെന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ ചെമ്പാണെന്ന് മുരാരി ബാബു രേഖപ്പെടുത്തിയതിന്റെ നിർണായക രേഖകൾ റെയ്ഡിനിടെ EDക്ക് ലഭിച്ചിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ ആശ്വാസത്തിലായിരുന്നു മുരാരി ബാബു. ഇതുവരെ SIT കസ്റ്റഡിയിലും ജയിലിലുമായിരുന്നപ്പോഴും പുറത്തിറങ്ങി എങ്ങനെയെങ്കിലും ഊരിപ്പോകാൻ പഴുതുണ്ടാക്കാം എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നാൽ ജയിലിൽ നിന്ന് കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ വായിലേക്കാണ് ചെന്ന് കയറുന്നത്. ഇതറിഞ്ഞതോടെ ജയിലിൽ തന്നെ മതിയെ, ഇവിടെ കിടന്നോളാമേ എന്ന് കാട്ടുകള്ളന്മാർ മോങ്ങുകയാണ്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് 90 ദിവസമാകുമ്പോൾ അകത്ത് കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടും. മുരാരി ബാബുവിന്റെ ഗതി കണ്ടതോടെ ഞാൻ ജയിലിൽ കിടന്നോളാമെന്ന് ഭ്രാന്തിളകി പത്മകുമാർ. പിണറായി വിജയന്റെ വേണ്ടപ്പെട്ടവൻ പത്മകുമാറിനെയൊക്കെ കയ്യിൽ കിട്ടിയാൽ ED പിഴിഞ്ഞെടുക്കും. വാസുവും ED പേടിയിൽ അഴിക്കുള്ളിൽ ഉരുകുകയാണ്. AKG സെന്ററിലേക്ക് ദൂതനെ അയക്കാൻ വാസുവിന്റെ കളിയും നടക്കുന്നു. അതായത് EDയുടെ വായിലേക്ക് ചെന്ന് വീഴരുത്, സഹായിക്കണം എന്ന്. കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ ചോദ്യം ചെയ്യലിലെ മൊഴിയിൽ തൃപ്തിയില്ലെന്ന് പറഞ്ഞാണ് വീണ്ടും വിളിപ്പിക്കുന്നത്. എന്നാൽ ഇത് കടകംപള്ളിക്ക് കവചമൊരുക്കലാണ് എന്നുള്ള ആരോപണം ശക്തമാകുന്നു. കാരണം ED കടകംപള്ളിയെ തൂക്കാനിരിക്കുകയാണ്. അതിനും മുൻപേ മുൻ മന്ത്രിയെ സേഫ് ആക്കാനാണ് SITക്ക് മേലെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് സമ്മർദ്ദം. കടകംപള്ളിയുടെ മൊഴിയിൽ തൃപ്തിയില്ലെങ്കിൽ ഇതിനു മുൻപ് എന്തുകൊണ്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചില്ല? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വായിലേക്ക് പോകാതെ ഒരു മുഴം മുന്നേ എറിയാനുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന മുരാരി ബാബുവിന് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം അനുവദിച്ചത്. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം നൽകി വിധിയായത്. മറ്റു പ്രതികൾക്കും ഈ ആനുകൂല്യം കിട്ടും. 2 കേസുകളിൽ ശബരിമലയിലെ ദ്വാരപാലക പാളി, കട്ടിളപ്പാളി എന്നിവയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും മുരാരി ബാബു ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും കട്ടിളപ്പാളി കേസിൽ 90 ദിവസം തികയാത്തതിനാൽ ഇയാൾ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. എന്നാൽ മുരാരി ബാബു പുറത്തിറങ്ങിയിട്ടും രക്ഷയില്ല. ചെന്ന് വീഴാൻ പോകുന്നത് കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ പക്കലേക്കാണ്. ഇതോടെയാണ് ജയിലിൽ കിടക്കുന്നവരും ഇപ്പോൾ അടിമുടി വിറയ്ക്കുന്നത്. CPMലും ഇപ്പോൾ ഭയം തുടങ്ങിയിട്ടുണ്ട്. കാരണം സ്വാഭാവിക ജാമ്യം കിട്ടി പത്മകുമാറും വാസുവും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൂക്കാൻ ജയിലിന് പുറത്ത് കാത്തു നിൽപ്പുണ്ട്. CPMന് വേണ്ടപ്പെട്ടവർ ഇങ്ങനെ കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ വായിലേക്ക് ചെന്ന് വീഴുന്നത് CPMന് വലിയ തിരിച്ചടിയും വെള്ളിടിയുമാണ്. അതുകൊണ്ട് ഇവരെ ഇനി എങ്ങനെ ഊരിയെടുക്കാം എന്നുള്ളതിൽ തല പുകയ്ക്കുകയാണ് പാർട്ടിയും ഭരണകൂടവും ഒക്കെ. എന്നാൽ ഇവിടെ ഏറ്റവും ഭയക്കേണ്ട ഒരു കാര്യം, കടകംപള്ളി സുരേന്ദ്രൻ EDയുടെ റഡാറിലേക്ക് വീണു കഴിഞ്ഞിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് സംഭവിക്കാം എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനിയെ ഭരണകൂടത്തിന് തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് SITയെ ഇറക്കി ആഭ്യന്തര വകുപ്പ് തന്നെ കടകംപള്ളിയെ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ജാമ്യം കിട്ടി മുരാരി ബാബു പുറത്തേക്കിറങ്ങിയത് അത്ര നല്ല സൂചനയല്ല. കാരണം നല്ല ബന്ധങ്ങളും പിടിപാടും ഒക്കെയുള്ള ആളാണ് മുരാരി ബാബു. അതുകൊണ്ട് തന്നെയാണല്ലോ പെരുന്നയിൽ വലിയൊരു തേക്കിൻ കൊട്ടാരമൊക്കെ തന്നെ അങ്ങ് പണിതുയർത്തിയത്. മുരാരി ബാബു ദേവസ്വം ബോർഡുകളിൽ ജോലിക്ക് കയറാൻ തന്നെയായിരുന്നു എല്ലായ്പ്പോഴും ശ്രമിച്ചിരുന്നത്. ദേവസ്വം ബോർഡുകളിലായിരുന്നു ഇയാളുടെ കണ്ണ് അത്രയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് UDFന്റെ കാലത്ത് അവിടെ ഒട്ടി നിന്നതും പിന്നീട് UDFന് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ CPMലേക്ക് ഒട്ടിയതും. NSSന്റെ വലിയ കുണാണ്ടറാണ് ഈ പറയുന്ന മുരാരി ബാബു. നമുക്കറിയാം പെരുന്നയിലെ NSS ആസ്ഥാനത്ത് ഈ പറയുന്നത് പോലെ തന്നെ വിഹരിച്ച് നടന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് G സുകുമാരൻ നായർക്ക് ഒരക്ഷരം ശബരിമല കൊള്ളയെക്കുറിച്ച് പറയാൻ ഇപ്പോൾ കഴിയാത്തത്.
എന്നാൽ മുരാരി ബാബു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കവും നടത്തും. പാർട്ടിയും ഇയാൾക്ക് വേണ്ട പിന്തുണകൾ കൊടുക്കും എന്നുള്ള ആരോപണം ശക്തമാകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കിട്ടി ഒരു ആശ്വാസം, അതായത് വിശ്വാസികൾക്ക് വലിയ മുറുമുറുപ്പായിരുന്നു മുരാരി ബാബുവിന് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. ഇവനൊക്കെ ഇനി വീണ്ടും അങ്ങ് മതിച്ചു പുളയ്ക്കും എന്ന് ഇവിടെ വിശ്വാസികൾ പറയുകയും ചെയ്തു. എന്നാൽ അവിടെയാണ് അയ്യപ്പന്റെ ഒരു കളി നടന്നിരിക്കുന്നത്. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളത്തിലേക്ക് ഇറങ്ങുന്നു. ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവന്മാരെ ഓരോരുത്തരെയായി തൂക്കാനാണ് വണ്ടിയും കൊണ്ട് ജയിലിന് പുറത്ത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാത്തുകെട്ടി കിടക്കുന്നത്. മുരാരി ബാബുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല, ഇയാൾ എവിടെയൊക്കെ ദേവസ്വം ബോർഡിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ കൊള്ളകളാണ് നടത്തിയിരിക്കുന്നത്. ദൈവങ്ങളെ മുച്ചൂടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മുരാരി ബാബു. മുരാരി ബാബു മുൻപ് ജോലി ചെയ്തിരുന്ന ക്ഷേത്രങ്ങളിലേക്കും അന്വേഷണം നീളും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ നാഗപ്പത്തി നഷ്ടപ്പെട്ടതും സംശയ നിഴലിലാണ്. ഇങ്ങനെ സംശയ നിഴലിൽ നിൽക്കുന്ന ഒരാളെ, അങ്ങനെ ഉള്ള മുരാരി ബാബുവിനെ ശബരിമലയിലെ പ്രധാന തസ്തികയിൽ നിയമിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ്. ആരോപണ വിധേയരെ ശബരിമലയിൽ നിയമിക്കരുതെന്ന ഹൈക്കോടതി വിധി പോലും മറികടന്നായിരുന്നു മുരാരി ബാബുവിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി വാഴിച്ചത്. ഇതിനെല്ലാം പിന്നിൽ സമുദായ കരുത്തുണ്ട് എന്ന് തന്നെ വ്യക്തമാകുകയാണ്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായുള്ള അടുപ്പം വളരെ ശക്തമായിരുന്നു ഇയാൾക്ക്. മുരാരി ബാബുവിനെതിരെ പല വിവാദങ്ങളും ഇതിനോടകം പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണ രുദ്രാക്ഷമാല മോഷണത്തിന് പുറമെ മറ്റ് തട്ടിപ്പുകളും നടന്നതായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 2021 ജനുവരി 17 വൈകിട്ട് 4:30 ശ്രീകോവിലിനുള്ളിലുണ്ടായ അഗ്നിബാധ മറച്ചുവെച്ചു. അഗ്നിബാധയിൽ കേട് സംഭവിച്ച സ്വർണ്ണപ്രഭയുടെ നാഗപ്പത്തികൾ ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ വിളക്കി ചേർത്തു. ഇവയെല്ലാം മറച്ചുവെച്ച് ഒറ്റരാശി പ്രശ്നത്തിലൂടെ പരിഹാര പ്രക്രിയയ്ക്കായി 10 ലക്ഷം രൂപ ഭക്തരിൽ നിന്ന് പിരിച്ചെടുത്തു എന്നിവയാണ് വിജിലൻസ് കണ്ടെത്തിയത്. അതായത് ഫുൾ തട്ടിപ്പും ഉഡായിപ്പുമായിരുന്നു മുരാരി ബാബു.